നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കടുത്ത വൈദ്യുതി ക്ഷാമം നേരിടുമ്പോഴും യഥേഷ്ടം വൈദ്യുതി ലഭ്യമാകുമായിരുന്ന ഗാർഹിക പുരപ്പുറ സോളാർ പദ്ധതികൾ നിരുത്സാഹപ്പെടുത്തുന്ന KSEBക്ക് നിലവിൽ ലഭ്യമാകുന്ന സോളാർ എനർജിയുടെ കൃത്യമായ കണക്കുകളും കൈവശമില്ലെന്ന് സൂചന. കണക്കുകളിൽ അവ്യക്തത വന്നതോടെ ആസൂത്രണത്തിലും പാളിച്ചയെന്ന് ആക്ഷേപമുയരുന്നു. സംസ്ഥാനത്ത് നിലവിൽ 4.5 ലക്ഷത്തിലധികം ഉപഭോക്താക്കളിൽ നിന്നാണ് KSEB സോളാർ എനർജി ലഭിക്കുന്നത്. 4,25,282 വീടുകളാണ്. മൊത്തം സോളാർ എനർജിയുടെ 94% ഇങ്ങനെ ലഭിക്കുന്നതാണ്. മുൻമന്ത്രി വി ശിവൻകുട്ടിയുടെ ഗൺമാന്റെ ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പുറത്ത്. ഗൺമാനായിരുന്ന പ്രജീഷാണ് KSRTC ബസ്സിനുള്ളിൽ വെച്ച് പെൺകുട്ടിയോട് അശ്ലീലമായി പെരുമാറിയത്. മോശമായി പെരുമാറുന്നതിന്റെ വീഡിയോ പെൺകുട്ടി തന്നെ പകർത്തുകയായിരുന്നു. ശിവൻകുട്ടിയുടെ സന്തത സഹചാരിയായിരുന്ന ഇയാൾ നിലവിൽ തിരുവനന്തപുരം AR ക്യാമ്പിലാണ് ജോലി ചെയ്യുന്നത്. ആലപ്പുഴ ചേർത്തലയിൽ ഓട്ടിസം ബാധിതനായ യുവാവിനെ സമീപവാസി പട്ടിക കൊണ്ട് മർദ്ദിച്ചതായി പരാതി. ശരീരമാസകലം പരിക്കേറ്റ യുവാവിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചേർത്തല നഗരസഭയിൽ 19-ാം വാർഡ് ആഞ്ഞിലിപ്പാലത്തിന് സമീപം പുത്തൻതോട്ടുകരയിൽ പരേതനായ അജിയുടെയും മായയുടെയും മകൻ അഭിജിത്ത് എന്ന 26-കാരനാണ് മർദ്ദനത്തിനിരയായത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ വീടിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. മായ വീട്ടുജോലിക്ക് പോയ സമയത്ത് അഭിജിത്ത് പിതാവിന്റെ സഹോദരിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു മടങ്ങുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. സമീപവാസിയായ ജയേഷ് എന്ന യുവാവിനെതിരെയാണ് പരാതി. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെന്നും ഓട്ടിസം ബാധിതനാണെന്നും വ്യക്തമായിട്ടും മർദ്ദിച്ചെന്നും 26-കാരന്റെ മാതാവായ മായ ആരോപിക്കുന്നു. ജോയൽ സാലി ദമ്പതികളുടെ മകൻ അഖിൽ ജോയൽ ആണ് കൊല്ലപ്പെട്ട മലയാളി. 26 വയസ്സായിരുന്നു. ഗുർപ്രീത് സിംഗ് ഭട്ട്, ജഗൻ സിംഗ്, അഭിഷേക് നിഷാദ് എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റ് ഇന്ത്യക്കാർ. റോപ്പുള്ളപ്പിലെ ലോക റെക്കോർഡിലേക്ക് വരെ എത്തിയ യുവതാരമായിരുന്നു അഖിൽ. 19-ാം വയസ്സിൽ മെർച്ചന്റ് നേവിയിൽ ചേർന്ന അഖിൽ 1 വർഷം മുമ്പ് പുതിയ വീടൊരുക്കി ഗൃഹപ്രവേശം നടത്തിയിരുന്നു. ഈ വർഷം വന്നപ്പോൾ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളായിരുന്നു. അടുത്ത വരവിന് വിവാഹം നടത്താനുള്ള തീരുമാനത്തിലായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2025 നടന്നതായി ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകളും 2019 സ്വർണ്ണക്കൊള്ള കേസിനൊപ്പം ചേർത്ത് അന്വേഷിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട പുതിയ FIR രജിസ്റ്റർ ചെയ്യില്ലെന്നും നിലവിലെ കേസിന്റെ ഭാഗമായാണ് അന്വേഷണം തുടരുമെന്നും വ്യക്തമാക്കി. ദേശീയ ലാബിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലൂടെ കൊള്ളയടിക്കപ്പെട്ട സ്വർണത്തിന്റെ കൃത്യമായ അളവ് കണ്ടെത്തിയിട്ടുണ്ടെന്നും കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന വാഹനങ്ങളെയും വ്യക്തികളെയും കണ്ടെത്താൻ ജില്ലതോറും പോലീസിന്റെ സ്ക്വാഡ് രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. സ്ക്വാഡ് പ്രവർത്തനം ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നേരിട്ട് വേണം. അപകടമുണ്ടാക്കിയ വാഹനങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഇരകൾക്ക് ഇൻഷുറൻസ് തുക ഉൾപ്പെടെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ജസ്റ്റിസ് വി ഗിരീഷിന്റെ ഉത്തരവ്. നഗരമധ്യത്തിലെ വീട്ടിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ബന്ധു കസ്റ്റഡിയിൽ. പുതിയ കോവിലകം പറമ്പ് നഗറിൽ ബിജുവാണ് കൊല്ലപ്പെട്ടത്. കേസിൽ കോഴിക്കോട് മങ്കാവ് കൊളങ്ങര പീടിക സ്വദേശിയായ 22-കാരനാണ് കസ്റ്റഡിയിലായതെന്ന് വിവരം. പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവിനെ മുൻപ് മാനസികാസ്വാസ്ഥ്യത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബിജുവും ബന്ധുക്കളും ചേർന്നായിരുന്നു ബലമായി ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഇതിന്റെ പകയാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവിന്റെ കൈകളിലെ പരിക്കും CCTV ദൃശ്യങ്ങളുമാണ് നിർണായകമായത്. 10 ലക്ഷത്തിനു മേൽ ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് 3 നഗരങ്ങളിൽ നീതി ആയോഗിന്റെ ശുപാർശ പ്രകാരം ലണ്ടൻ, ന്യൂയോർക്ക് മാതൃകയിൽ 2030ഓടെ മേയറെ വോട്ടർമാർക്ക് നേരിട്ട് തെരഞ്ഞെടുക്കാം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലാണ് കൗൺസിലർമാരുടെ ഭൂരിപക്ഷ പിന്തുണയോടെ മേയറെ തെരഞ്ഞെടുക്കുന്ന രീതി മാറുക. ഇതോടൊപ്പം ചീഫ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ മേയർക്ക് 5 വർഷം കാലാവധിയും ഉറപ്പാകും. ഇതനുസരിച്ച് മുനിസിപ്പൽ നിയമം ഭേദഗതി ചെയ്യാനും മൂവിംഗ് ടുവേർഡ്സ് എഫക്റ്റീവ് സിറ്റി ഗവൺമെന്റ് എന്ന റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ഇന്ത്യയിൽ നിന്ന് പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ഗിനിയ ബിസാവുയിലേക്ക് എന്ന രീതിയിൽ ലിബിയയിലേക്ക് കടത്താൻ ശ്രമിച്ച 1000 കോടിയിലധികം രൂപ വിലമതിക്കുന്ന 12 കോടി മയക്കുമരുന്ന് ഗുളികൾ ട്രാമാഡോൾ ഡൽഹിയിൽ പിടികൂടി. സംഭവത്തിൽ മലയാളി സൂത്രധാരൻ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശി ഉമേഷ് കുമാർ, മലപ്പുറം സ്വദേശി ഫിർദോസ് എന്നിവരെ കൊച്ചി ഇടപ്പള്ളിയിൽ നിന്നാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക് CBN പിടികൂടിയത്. കേന്ദ്ര ധനമന്ത്രാലയത്തിൽ റവന്യൂ വകുപ്പിന് കീഴിലുള്ള ഏജൻസിയായ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക് നടത്തിവരുന്ന ഓപ്പറേഷൻ വജ്ര ദൗത്യത്തിന്റെ ഭാഗമായാണ് വൻ ലഹരിവേട്ട നടന്നത്. കേസിൽ ഉൾപ്പെട്ട ബംഗളൂരു ആസ്ഥാനമായുള്ള കമ്പനിയുടെ ഡയറക്ടറെ ബംഗളൂരുവിൽ നിന്ന് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. രാജ്യത്ത് മയക്കുമരുന്ന് ഗുളികകൾ പിടികൂടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ വേട്ടയാണിത്. ഡൽഹിയിലെ ഒരു വെയർഹൌസിലാണ് ഈ വൻ മരുന്ന് ശേഖരം സൂക്ഷിച്ചിരുന്നത്. മെഡിക്കൽ ആവശ്യങ്ങൾക്ക് പുറമെ ഈ മരുന്ന് ഫൈറ്റർ ഡ്രഗ് എന്ന പേരിലും വ്യാപകമായി അറിയപ്പെടുന്നുണ്ട്. സായുധ സംഘങ്ങളും വാടക പട്ടാളങ്ങളും ക്ഷീണവും വിശപ്പും അറിയാതിരിക്കാനും വിശ്രമമില്ലാതെ ദീർഘനേരം
യുദ്ധം ചെയ്യാനും കഠിനമായി ജോലി ചെയ്യാനുമൊക്കെ ഈ മരുന്ന് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ഇതിന് ഈ പേര് വീണത്. ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള ഭീകര സംഘടനകൾ ഇതിനെ ദുരുപയോഗം ചെയ്യാറുണ്ട്. സംഘത്തിലെ പ്രധാന കണ്ണികൾ കൊച്ചിയിൽ നിന്നാണ് പിടിയിലായത്. ബംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് തീവണ്ടിയിൽ യാത്രക്കാരി TTEയെ മർദ്ദിച്ചതായി പരാതി. പാലക്കാട് ഡിവിഷനിലെ ഷൊർണൂർ ടീമിലെ ടിക്കറ്റ് പരിശോധകൻ S സുജിത്താണ് യാത്രക്കാരി പട്ടിത്തറ സ്വദേശി ശ്രുതിക്കെതിരെ പരാതി നൽകിയത്. തിങ്കളാഴ്ച രാത്രി 7ഓടെ ഫെറോക്കിൽ വെച്ചാണ് സംഭവം. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഫെറോക്കിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുത്ത യുവതി റിസർവേഷൻ കോച്ചിൽ കയറിയിരുന്നു. TTE S സുജിത്ത് റിസർവേഷൻ കോച്ചാണെന്നും ജനറൽ കോച്ചിലേക്ക് മാറിക്കയറണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും യുവതി തർക്കിക്കുകയായി. തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് പരാതി. ജോലി തടസ്സപ്പെടുത്തിയെന്നും മുഖത്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്നും അപമര്യാദയായി പെരുമാറിയെന്നും കാണിച്ചാണ് TTEയുടെ പരാതി. അതേസമയം ടിക്കറ്റ് പരിശോധകൻ തന്നെ അസഭ്യം വിളിച്ചെന്നും മർദ്ദിച്ചെന്നും കാണിച്ച് ശ്രുതിയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. KSRTC സ്വിഫ്റ്റ് കമ്പനിക്ക് വാങ്ങിയ ബസ് പർച്ചേസ് വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തം. 2 മുതൽ 4 വർഷം 3 മാസവും മാത്രം പഴക്കമുള്ള 10 ബസ്സുകളുടെ ഷാസിയാണ് ഇതിനകം പൊട്ടിയതെന്ന് തൊഴിലാളികൾ പറയുന്നു. ബസ് വാങ്ങിയതിൽ വൻ ക്രമക്കേട് നടന്നത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ TDF മുൻപ് അന്നത്തെ മന്ത്രി KB ഗണേഷ് കുമാറിന് പരാതി നൽകിയതാണ്. എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല. കേന്ദ്ര ഓഫീസിന്റെ അനുമതിയില്ലാതെ സീ ഫുഡ് ഹോട്ടൽ തുടങ്ങാൻ മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് 17 ലക്ഷം രൂപ ചെലവഴിച്ചതിൽ അന്വേഷണം. ഹോട്ടൽ തുടങ്ങിയുമില്ല. നിലവിലുണ്ടായിരുന്ന ഫിഷ് ഗാലക്സി അക്വേറിയം നഷ്ടപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന സജി ചെറിയാനുമായി അടുപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് നാഗമ്പടത്ത് ഹോട്ടൽ ആരംഭിക്കുന്നത് ലക്ഷ്യമിട്ടതെന്ന് ആരോപണം. നഗരസഭയുടെ സ്ഥലത്ത് മത്സ്യഫെഡിന്റെ ഫിഷ് ഗാലക്സി അക്വേറിയം പ്രവർത്തിച്ചിരുന്ന സ്ഥലവും കെട്ടിടവുമാണ് ഹോട്ടലിനായി രൂപമാറ്റം വരുത്തിയത്. എന്നാൽ ഇതിന് മത്സ്യഫെഡിന്റെ തിരുവനന്തപുരം ഓഫീസിൽ നിന്നും അനുമതി ലഭിച്ചിരുന്നില്ല. സിക്കിമിലെ നാംചി ജില്ലയിൽ നിർമ്മാണത്തിലിരുന്ന ടണലിൽ മീഥേൻ വാതക സ്ഫോടനത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 7 തൊഴിലാളികൾ മരിക്കുകയും 27ലധികം തൊഴിലാളികൾ കുടുങ്ങുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുക്കാൻ ദേശീയ ദുരന്ത നിവാരണ സേന NDRF, സംസ്ഥാന ദുരന്ത നിവാരണ സേന SDRF, പോലീസ്, അഗ്നിരക്ഷാസേന എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. NHPCയുടെ തീസ്ത സ്റ്റേജ് 6 ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി പട്ടേൽ എഞ്ചിനീയറിംഗ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അഡിറ്റ് ടണലാണ് അപകടമുണ്ടായത്. ടണലിനുള്ളിൽ ഏകദേശം 1.5 കിലോമീറ്റർ അകലെയായി മീഥേൻ വാതകം അടിഞ്ഞുകൂടിയിരുന്നു. ഇത് പുറത്തുവിടാനുള്ള ശ്രമത്തിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ത്യ വികസിപ്പിക്കുന്ന യുദ്ധവിമാനങ്ങളിൽ സ്വന്തം എഞ്ചിൻ വേണമെന്ന ദൃഢനിശ്ചയം ഒടുവിൽ വിജയത്തോട് അടുക്കുന്നു. 43 വർഷം മുമ്പ് രൂപം കൊടുക്കുകയും പലവട്ടം പരാജയപ്പെടുകയും ചെയ്ത കാവേരി 2 പദ്ധതിയാണ് സഫലമാകുന്നത്. 70% പൂർത്തിയായ എഞ്ചിൻ ആഫ്റ്റർ ബേണർ പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുകയാണ് എന്നാണ് വിവരം. വിക്രം 1 റോക്കറ്റിന്റെ വിജയകരമായ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച് സ്കൈ റൂട്ട് എയറോസ്പേസിന് പിന്നിലെ യുവതലമുറയെ പ്രശംസിക്കവേ താൻ ഉദ്ദേശിച്ചത് 56 വയസ്സുള്ള ഒരു യുവാവിനെ കുറിച്ചല്ലെന്ന് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പ്രധാനമന്ത്രി പരോക്ഷമായി വിമർശനം നടത്തിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്ക്കെതിരെ ഭീഷണി പരാമർശം നടത്തിയ DMK MLA GV മാർക്കണ്ഡേയനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൂത്തുക്കുടി ജില്ലയിലെ വിലാത്തിക്കുളം MLA ആയ മാർക്കണ്ഡേയനെ വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസ് എത്തുന്നതറിഞ്ഞ് MLA കടന്നു കളയാൻ ശ്രമിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ തടഞ്ഞ് പിടികൂടുകയായിരുന്നു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്കെതിരെ നടത്തിയ ഭീഷണി പ്രസംഗത്തെ തുടർന്ന് TVK തമിഴക വെട്രി കഴകം ജില്ലാ സെക്രട്ടറിയാണ് പോലീസിൽ പരാതി നൽകിയത്. കാനഡയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും 50% നികുതി ചുമത്താനൊരുങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ, മദ്യം, പാൽ ഉൽപ്പന്നങ്ങളോട് ന്യായമല്ലാത്ത രീതിയിലുള്ള വിവേചനം കാണിക്കുന്നുവെന്ന് വിശദമാക്കിയാണ് വൈറ്റ് ഹൌസ് ബുധനാഴ്ച നികുതി പ്രഖ്യാപനം നടത്തിയത്. ഇരു രാജ്യങ്ങൾക്കിടയിലെയും ഉഭയകക്ഷി ബന്ധം തകരാറിലാവാനും സമ്പദ്വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കാനും കാരണമാകുന്നതാണ് ട്രംപിന്റെ നീക്കം. ജൂലൈ 20 ഇറാനിയൻ ലക്ഷ്യങ്ങൾക്ക് നേരെ തുടർച്ചയായ 10ാം രാത്രിയും US സൈനിക ആക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് ഭീഷണിയാകാനുള്ള ടെഹ്റാന്റെ കഴിവ് തകർക്കുക എന്നതാണ് ഈ ഓപ്പറേഷൻ ലക്ഷ്യമിടുന്നതെന്ന് സെറ്റ്കോം പറഞ്ഞു. കമാൻഡർ ഇൻ ചീഫിന്റെ നിർദ്ദേശപ്രകാരം തിങ്കളാഴ്ച വൈകുന്നേരം 4 മണി ETക്കാണ് ഏറ്റവും പുതിയ ആക്രമണങ്ങൾ ആരംഭിച്ചതെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ US സെൻട്രൽ കമാൻഡ് സെറ്റ്കോം പറഞ്ഞു. പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ ഹൗസ് ഹോൾഡ് ഇന്റഗ്രേറ്റഡ് എക്കണോമിക് സർവേ HIES, പാകിസ്ഥാൻ സോഷ്യൽ ആൻഡ് ലിവിംഗ് സ്റ്റാൻഡേർഡ് മെഷർമെന്റ് എന്നിവയെ അടിസ്ഥാനമാക്കിയ ഡോൺ പ്രസിദ്ധീകരിച്ച വിശകലനത്തിൽ 2018-19 21.8% നിന്ന് ദേശീയ ദാരിദ്ര്യ നിരക്ക്
2024-25 28.9% ഉയർന്നതായി കണ്ടെത്തി. അതായത് 10 പാകിസ്ഥാനികളിൽ 3 പേർ വീതം ഇപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. വർഷങ്ങളായി നിലനിൽക്കുന്ന സാമ്പത്തിക അസ്ഥിരത, ഉയർന്ന പണപ്പെരുപ്പം, ദുർബലമായ വളർച്ച എന്നിവയുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.